ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ റിപ്പയറിന് വന്ന മോട്ടറാണ്. വിക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്പൺ വെൽ മോട്ടറാണിത്. 1 HP. ഇതിൻ്റെ ബാക്ക് കേസിലെ ഒരു ഫൈബർ പീസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചെടുത്തിട്ട് ലെയ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്യാത്. ലെയ്ത്തിന് കൊണ്ടുവന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഫുള്ള് അഴിച്ച് അത് സർവീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യുകയാണ്. മോട്ടർ ഫുള്ള് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഷാഫ്റ്റിന് കുറച്ച് ഓയിലിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ബുഷിനുള്ളിൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുകയാണ് മോട്ടർ ഫുള്ള് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട മോട്ടറിൻ്റെ ഉള്ളിൽ വാട്ടർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു വാട്ടർ കൂൾ മോട്ടറാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഹനങ്ങളുടെയൊക്കെ റേഡിയേറ്ററിൽ കൂളൻ്റ് റീഫില്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് മോട്ടറിൻ്റെ ഉള്ളിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നത്. മോട്ടറിൻ്റെ വൈൻഡിങ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ഫില്ല് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വാട്ടർ ഫുള്ള് ഫില്ല് ചെയ്ത് തീർന്നിട്ടുണ്ട്. വാട്ടർ ഫില്ല് ചെയ്ത ശേഷം മോട്ടറിൻ്റെ ബോഡിയിൽ 2 സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടർ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ നമ്മൾ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കുകയാണ്. മോട്ടറിൻ്റെ കണക്ഷൻസൊക്കെ കൊടുത്തു. നമ്മളൊരു ആംബിയർ മീറ്ററും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ കറക്റ്റ് ആംബിയർ ആണോ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആംബിയർ മീറ്ററും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോട്ടറിന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്തു. മോട്ടറിൽ പൈപ്പെല്ലാം സെറ്റ് ചെയ്ത ശേഷം മോട്ടർ നമ്മൾ പ്ലാസ്റ്റിക് കയറുപയോഗിച്ച് കെട്ടി അതിന് ശേഷം മോട്ടർ നമ്മൾ പൊക്കി നോക്കി കറക്റ്റ് ലെവലിലാണോ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മോട്ടർ നമ്മൾ കിണറ്റിലേക്ക് ഇറക്കുകയാണ്. കിണറ്റിലേക്ക് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മോട്ടർ കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നതെന്ന്. കറക്റ്റ് ലെവലിലല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആവും. ബുഷ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മോട്ടറിൻ്റെ വൈൻഡിങ് ഷോർട്ട് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഹീറ്റായിട്ട് കത്തും മോട്ടർ. അപ്പോൾ കറക്റ്റ് ലെവൽ ചെയ്ത് ഇറക്കുക. ലെവൽ ചെയ്ത് ഇറക്കിയ ശേഷം കിണറിൻ്റെ അടിയിൽ നിന്ന് ഒരു 2 അടി ഹൈറ്റിൽ മോട്ടർ നിർത്തി കെട്ടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചെളിയെല്ലാം കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. മോട്ടർ കെട്ടി എല്ലാം സെറ്റാക്കി നമുക്ക് മോട്ടർ ഓണാക്കി നോക്കാം ആംബിയർ എത്രയാണ് കാണിക്കുന്നതെന്ന്. മോട്ടർ ഓണാക്കി നോക്കിയപ്പോൾ ആംബിയർ കറക്റ്റ് ആംബിയറാണ് കാണിക്കുന്നത്. 2 ആംബിയർ എടുക്കുന്നുള്ളൂ. മോട്ടർ വളരെ കുറവാണ് ആംബിയർ എടുക്കുന്നത്. നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നെക്സ്റ്റ് വീക്ക് കാണാം. കോൺടാക്റ്റ് നമ്പർ 8606437818.